പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. പുതിയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഏറ്റ് ഈ തണുപ്പുള്ള പ്രഭാതങ്ങളിൽ എഴുന്നേറ്റ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പായി തന്നെ നീതി സൂര്യനാകുന്ന കർത്താവിൻ്റെ ഊഷ്മളമായ ആത്മപ്രകാശം നൽകുന്ന പ്രകാശത്തിനകത്തേക്ക് ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി നമ്മുടെ കാതുകളെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധാനത്തിലേക്ക് തിരിക്കുമ്പോൾ ഇന്നത്തെ വചനചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങൾ 3-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുന്നു. പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 11 and 12. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയെങ്കിൽ മുഷിയുകയുമരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് സദൃശ്യവാക്യങ്ങൾ അറിയാം. അത് നമ്മുടെ കൗൺസിൽ ചെയ്യുകയും നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്ന ബൈബിളിലെ പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. അതിനകത്ത് എഴുതിയിരിക്കുന്ന സദൃശ്യവാക്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡോക്ട്രിൻസ് നമ്മളെ അതിനകത്തെല്ലാം ഒരു ഭക്തന്റെ അനുഭവത്തിൽ നിന്ന് ദൈവത്തോട് അടുപ്പിക്കുന്ന വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അനുഭവ കാവ്യങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള നാട്ടുനടപ്പുള്ള ഒരു വാചകമാണ് വായിച്ചു കേട്ടത്. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയെങ്കിൽ മുഷിയുകയുമരുത്. അതിനുശേഷം പറയുന്നത്, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്തതുപോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഇന്ന് ഒരു വ്യത്യസ്തമായ മെസ്സേജാണ് നാം ഇതിനകത്ത് നിന്ന് ശ്രമിക്കാൻ പോകുന്നത്, ഈ വചനത്തിൽ ശ്രമിക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് യഹോവ അനുഗ്രഹിക്കും, യഹോവ ചേർത്ത് പിടിക്കും, യഹോവ ക്ഷമിക്കും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കും, ഒക്കെ ശരിയാണ്, അതെല്ലാം ശരിയാണ്, അതല്ലെന്ന് പറയുന്നില്ല. പക്ഷെ തിരുവചനത്തിലെ ആകമാനം പരിശോധിക്കുമ്പോൾ ഈ വേദനയുടെ അല്ലെങ്കിൽ സഫറിങ്സിന്റെ, ദൈവമക്കൾക്കുണ്ടാകുന്ന അഫ്ലിക്ഷന്റെ, സഹനത്തിന്റെ, വേദനയുടെ 9 റീസൺസിൽ 9 കാരണങ്ങളിൽ ഒരു കാരണം പറയുന്നത് ചിലപ്പോൾ ദൈവത്തിന്റെ ഒരു ശാസനയോ ഒരു ചെറിയ അടിയോ ആകാം. ഇത് തരുന്നതിന്റെ കാര്യം നിത്യതയിൽ എത്തിക്കുക എന്നുള്ളൊരു പർപ്പസോടെ, നിത്യതയിൽ എത്തിക്കുക, ഈ ലോകത്തിൽ മാത്രമല്ല നിത്യതയിൽ എത്തിക്കുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉദാഹരണങ്ങൾ കാണാം. പഴയ നിയമത്തിൽ ദാവീദിനോട് ഒരിക്കൽ പാപം ചെയ്ത ദാവീദിനോട് ക്ഷമിച്ചു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരുമെന്ന് പറഞ്ഞ് ക്ഷമിച്ച ദാവീദിനോട് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ നിന്റെ മക്കൾ നിന്റെ വീട്ടിനെതിരായിട്ട് വരും, വാൾ നിന്റെ ഭവനത്തെ വിട്ടുമാറത്തില്ല. ഇതൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്തം, ചെറിയ ശിക്ഷയാ. അതുകൊണ്ടാ ഇവിടെ പറയുന്നത്, ആ യഹോവയുടെ ശാസനയെങ്കിൽ, മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ മുഷിയുകരുത്. അതിന് അടുത്ത നല്ല ഉപോത്ബലകമായ ഒരു ഉദാഹരണമാണ് അടുത്തത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൻ ശാസിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നു. അപ്പൊ അപ്പന് ഈ പുത്രനോട് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമുള്ള പുത്രനോട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് 1-2 കാര്യങ്ങളുണ്ട്. ചില പ്രാർത്ഥനകളും അങ്ങനെയാ. ഒരു 2 വയസ്സുള്ള അല്ല 1.5 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടിക്ക് തിളങ്ങുന്ന കത്തി, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നല്ല വിലയുള്ള നല്ല തിളങ്ങുന്ന കത്തി, അതിലേക്ക് പ്രകാശം അടിക്കുമ്പോൾ മുഖം കാണാവുന്ന പോലെ ഇരിക്കുന്നൊരു കത്തി. ആ കത്തിക്ക് കുഞ്ഞ് വഴക്കുണ്ടാക്കിയാൽ അപ്പൻ എത്ര സ്നേഹിക്കുന്നെങ്കിലും ആ കത്തി എടുത്തു കൊടുക്കാറില്ല. ഒരു ബ്ലേഡ് എടുത്ത് ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ, മുട്ടയെ നീന്തുന്ന ഒരു കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കാറില്ല. അഥവാ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുകയുള്ളൂ. കുഞ്ഞിനതിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, കുഞ്ഞിനത് ഇഷ്ടമായതുകൊണ്ട് അത് കൊടുക്കാറില്ല. ഒരു മെഴുകുതിരിയോ ഒരു തീനാളമോ കുഞ്ഞ് നടക്കുന്ന വഴിയിലുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന അമ്മയും അപ്പനും അത് എടുത്തു മാറ്റും. അതിന്റെ കാരണം കുഞ്ഞിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ, അതിനെത്ര ശാഠ്യം കാണിച്ചാലും എത്ര വഴക്കുണ്ടാക്കിയാലും ആ മെഴുകുതിരിക്ക് വേണ്ടി, ആ തീനാളത്തിന് വേണ്ടി, ആ കത്തിക്ക് വേണ്ടി എത്ര വഴക്കുണ്ടാക്കിയാലും സ്നേഹിക്കുന്ന അപ്പനും അമ്മയും അത് കൊടുക്കാറില്ല. അതിന്റെ കാര്യം എന്താ? അത് ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, 2 വയസ്സായ കുഞ്ഞിനെ കത്തി കൈകാര്യം ചെയ്യാൻ അറിയില്ല. അവന് തിരിച്ചറിവില്ല, അവന് ബ്ലേഡാണെന്ന് തിരിച്ചറിയത്തില്ല. അവന് തീയെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, തീയെ ഒന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവന് തിരിച്ചറിവായിട്ടില്ല. അപ്പൊ ആ വാക്ക് കേൾക്കണം,
ഈ കുഞ്ഞ് ചിന്തിക്കും, അപ്പന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ കുറച്ചുകൂടെ മുന്നോട്ട് പോയാ തെറ്റ് ചെയ്തിട്ട് വരുന്ന, കുറ്റം ചെയ്തിട്ട് വരുന്ന ആ മോന് അവനെ വീട്ടിനകത്ത് കയറ്റി ആദ്യം ഉപദേശിക്കും. ഉപദേശം കൊണ്ട് മതിയായില്ലെങ്കിൽ തിരുവനന്തപുരത്തിൽ പറയുന്ന പോലെ വടിയെ സ്നേഹിക്കാതെ വടിയെടുത്ത് അവന് നല്ല അടി കൊടുക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വടി കൊണ്ടുള്ള അടി കുറവാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഫേസ്ബുക്കിൽ കിടക്കുന്ന കേട്ടു, അധ്യാപകർക്ക് അവരുടെ വടി തിരിച്ചു കൊടുക്കുക, അടുത്തൊരു നല്ല തലമുറയെ അവർ വാർത്തെടുക്കുമെന്ന്. അപ്പനും അമ്മയ്ക്കും വടി തിരിച്ചു കൊടുക്കുക, അവര് ആ മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുമെന്ന്. പോട്ടെ, അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. എങ്കിലും അപ്പൻ ഇഷ്ടപുത്രനാ, ഏറ്റവും സ്നേഹിക്കുന്ന മകനാ. ഒരു കുറ്റം ചെയ്തിട്ട് അവൻ വന്ന് നിൽക്കുമ്പോ അവന് ചെറിയ വടിയെടുത്ത് അടി കൊടുക്കാനൊരു കാരണമുണ്ട്. ഇവൻ ഇഷ്ടപുത്രനാ, അവനെ നേർവഴിക്ക് നടക്കുകയാ. അവനെ നേർവഴിക്ക് നടത്താൻ, ഇന്ന് ചെയ്തത് ഇന്ന് പോയ വഴിയെ നാളെ പോകാതിരിക്കാൻ അവനൊരു കുഞ്ഞടി കൊടുക്കുമ്പോ അപ്പൻ ഹൃദയത്തിൽ വേദനിച്ചാലും സങ്കടപ്പെട്ടാലും പറയും, ഇല്ല, എന്റെ കുഞ്ഞ് നേർവഴിക്ക് നടക്കാനാ. അവന്റെ കാലിൽ വീണ അടിയുടെ പാട് കണ്ട് അപ്പൻ പൊട്ടിക്കരഞ്ഞ് മാറുന്നു. പൊട്ടിക്കരയുമ്പോഴും പറയും, എന്റെ കുഞ്ഞ് നേർവഴിക്ക് നടക്കാനാ. എന്റെ കുഞ്ഞിന്റെ ആ ഭാവിക്ക് വേണ്ടിയാ, നല്ല ഭാവിക്ക് വേണ്ടിയാ, അവൻ വഴിതെറ്റി പോകാതിരിക്കാനാ. കുഞ്ഞിന് ഇഷ്ടമാ കൂട്ടുകാരോട് ഓടിക്കളിക്കാൻ, കുഞ്ഞിന് ഇഷ്ടമാ ആകാത്ത വഴി നടക്കാൻ. ഒരു 10, 17, 13, 15 വയസ്സുള്ള കുട്ടികൾക്ക് ആ തരപ്പടിക്കാർ പിള്ളേരുടെ കൂടെ ഓടി നടക്കാനും കളിക്കാനും അവരുപയോഗിക്കുന്ന ഏറ്റവും ചെറുതാണെങ്കിലും ഏറ്റവും വലുതാണെങ്കിലും മയക്കുമരുന്നോ അതിന്റെ ലഹരിയോ സിഗരറ്റോ ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമാണെങ്കിലും അതറിയുന്ന അപ്പൻ അടി കൊടുക്കും. എനിക്കറിയാം ഒരു അപ്പച്ചനെ, ഒരു 15 വയസ്സുള്ളൊരു 15 വയസ്സുള്ളൊരു കൊച്ചൻ. ആ കൊച്ചൻ ഒരു ദിവസം കൂട്ടുകാരുടെ കൂടി ബീഡി വലിച്ചിട്ട് വന്നു. ഈ ആ കുഞ്ഞ് അത് ആരോ നാട്ടുകാർ കണ്ടു. അപ്പൊ വീട്ടിൽ ചെന്ന് അപ്പനോട് പറഞ്ഞു, മറ്റുള്ള ഇന്നയാളുടെ ആ കുട്ടികളുടെ കൂടെ നിന്റെ കുഞ്ഞ് ബീഡി വലിച്ചു, സിഗരറ്റ് വലിച്ചോണ്ട് നടക്കുന്നത് കണ്ടു, പുകവലിക്കുന്നത് കണ്ടു. വീട്ടിൽ വന്നതേ അപ്പൻ ചോദിച്ചു. കുഞ്ഞ് പറഞ്ഞില്ല. ഒരു വടി എടുത്തു വെച്ചിട്ടാ ചോദിച്ചു. കുഞ്ഞ് പറഞ്ഞു ഇല്ല. ഒരു 2-3 പ്രാവശ്യം കഴിഞ്ഞു. ഒരു അടി കൊടുത്തിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ വലിച്ചു. പിന്നെ നിന്നില്ല, പിന്നെ തുരുതുരെ അടിച്ചിട്ട് പറഞ്ഞു. അടിച്ചപ്പോ അവൻ നിലവിളിച്ചു കരഞ്ഞു. അപ്പൻ മാറി നിന്ന് കരഞ്ഞു. പക്ഷെ അപ്പൻ പറഞ്ഞു, ഇനി ആവർത്തിക്കരുത്. ആ കുഞ്ഞ് പിന്നീട് എഴുതിയിരിക്കുന്നു, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ സിഗരറ്റ് വലിച്ചിട്ടില്ല. വേറൊരു അപ്പച്ചനെ എനിക്കറിയാം, വേറൊരു പാസ്റ്റർ അപ്പനെ എനിക്കറിയാം. ആ കുഞ്ഞ് മോഷണം നടത്തും. അപ്പൊ അടി കൊടുത്തു, കുഞ്ഞിന്റെ മോഷണം മാറിയില്ല. 4-ലും 5-ലും ഒക്കെ പഠിക്കുന്ന ഒരു കുഞ്ഞാ. ബാക്കി അപ്പുറത്ത് കിടക്കുന്ന പേനയും പെൻസിലും ഒക്കെ എടുത്തിട്ട് മോഷണം നടത്തും. അപ്പൊ ഈ മോഷണം നടത്തിയിട്ട് വീട്ടിൽ വരും. 2-3 പ്രാവശ്യം അടിയൊക്കെ കൊടുത്തു, മാറിയില്ല. ഈ സ്നേഹിക്കുന്ന അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒരിക്കൽ അയൺ ബോക്സ് എടുത്ത് ചൂടാക്കിയിട്ട് കുഞ്ഞിന്റെ കയ്യെ വെച്ചിട്ട് പറഞ്ഞു, ഇനി ആവർത്തിക്കരുത്. അന്ന് മുതൽ പിന്നെ കുഞ്ഞ് പാട് കാണിച്ചിട്ട് പറയും, ഇന്ന് വരെ ആ മോഷണത്തിലേക്ക് പോയിട്ടില്ല. അപ്പൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. കടന്ന കൈയായി പോയെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ കുഞ്ഞിനെ നേർവഴിക്ക് നടത്താൻ ഞാൻ ചെയ്തതാ അത്. ഇവിടെ ഒരു വാക്ക് സദൃശവാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്നു. അപ്പനോട് ചോദിച്ചാൽ നിന്റെ കുഞ്ഞല്ലേ എന്നിട്ട് അയൺ ബോക്സ് വെച്ച് കാര്യം ചോദിച്ചാൽ കുഞ്ഞ് അപ്പനൊരു കാര്യം പറയാനുണ്ട്. അപ്പൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ വഴിതെറ്റാതിരിക്കാൻ, നാളെ ഒരു മോഷ്ടാവാകാതിരിക്കാൻ, നാളെ ഒരു കള്ളനാകാതിരിക്കാൻ, അവനെ നേർവഴിക്ക് നടത്താൻ, നാളെ ഒരു സിഗരറ്റ് വലിക്കാരനായി ലഹരിക്ക് അടിമയാകാതിരിക്കാൻ, നേർവഴിക്ക് നടത്താൻ ഇതേ ഉദാഹരണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൻ സ്നേഹിക്കുന്ന മകൻ. യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയെങ്കിൽ മുഷിയരുത്. എല്ലാ വേദനയും വേദനയല്ല, എല്ലാ അടിയും ഈ പരീക്ഷയല്ല, എല്ലാം ഒരു ടെംപ്റ്റേഷൻ അല്ല. ചില അടികൾ ശാസനയാ, ചിലത് വേദനയാ, ചിലത് കഷ്ടതയാ. പക്ഷെ അത് ദൈവത്തിന്റെ ശിക്ഷയെ നിരസിക്കരുത്. കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ശിക്ഷയെ നിരസിക്കരുത്. കാര്യം അറിയാമോ? ദൈവം നിന്നെ നേർവഴിക്ക് നടത്തിക്കൊണ്ടിരിക്കുക, തമ്പുരാന്റെ ശരിയായ പാതയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാ. വഴി തെറ്റിപ്പോകാതിരിക്കാൻ കുഞ്ഞെ തമ്പുരാന്റെ ശരിയായ പാതയിൽ നടത്തുകയാ, നിന്നെ ഡയറക്ഷനിലേക്ക്. ഈ ലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞിട്ട്, ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചിട്ട് നിന്നെ ആ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് വാഴാൻ, നിത്യരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് എടുക്കുന്ന ഒരു പദ്ധതി കൂടെ നിന്നിൽ കൂടിയുണ്ട്.
അതുകൊണ്ട് ദൈവം നിന്നെ നേർവഴിക്ക് നടത്തുകയാ. ഈ ശിക്ഷയിൽ നീ നിരസിക്കരുത്. അപ്പൻ മകനെ ശിക്ഷിക്കുന്നത് പോലെ, ഇഷ്ടപുത്രനെ ശിക്ഷിക്കുന്നത് പോലെ ചില വേദനകള്, ചില സങ്കടങ്ങള്, ഇന്നൊന്ന് മടങ്ങി വരാൻ, ഇന്നൊന്ന് തിരിച്ചറിയാൻ, നീ പോയ വഴി ശരിയല്ലെന്ന് തിരിച്ചറിഞ്ഞൊന്ന് മടങ്ങി വരാൻ, നീ കൂടിയ കൂട്ടുകെട്ട് ശരിയല്ലെന്ന് അറിഞ്ഞൊന്ന് മടങ്ങി വരാൻ, നീ ചെയ്തത് ശരിയല്ലെന്ന് അറിഞ്ഞിട്ട് ഒന്ന് മടങ്ങി വരാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ ചിലപ്പോൾ നേർവഴിക്ക് നടത്താൻ, ചിലപ്പോ ശിക്ഷിക്കുന്നതാ, ചിലപ്പോ ശാസിക്കുന്നതാ. ഇന്ന് ഒന്ന് യഥാസ്ഥാനത്താകണം. ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ വചനത്തിനകത്ത് ഒരു വാക്ക് പറയാം. എഫേസ്യ ലേഖനം പറയുന്ന ഒരു കാര്യമുണ്ട്, യഥാസ്ഥാനപ്പെടുന്ന ദൈവം. അതിന് എഡിഫിക്കേഷൻ എഴുതിയിരിക്കുന്ന 6-ാം അധ്യായത്തില് അതിന് ദൈവമക്കൾക്ക് യഥാസ്ഥാനമുണ്ട്. ഉണ്ട് പ്രിയരെ, ദൈവമക്കൾക്കൊരു യഥാസ്ഥാനമുണ്ട്, ദൈവമക്കൾക്കൊരു മടങ്ങി വരവുണ്ട്. അനുദിനം രക്തത്താൽ കഴുകപ്പെട്ട് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് മടങ്ങി വരുന്ന ദൈവകുഞ്ഞായിരിക്കാൻ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം. ഏലിയാവ് കർമ്മേലിന്റെ മുകളിൽ കയറി ആദ്യം ചെയ്തത് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തിന്റെ കല്ലുകളെടുത്ത് പണിയപ്പെടുകയാ ചെയ്തത്. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് അങ്ങനെ ഒരു കുറ്റബോധത്തോടെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വന്നേ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാട്ടെ, ഒന്ന് സമർപ്പിച്ചാട്ടെ, ഒന്നുകൂടി ഒന്ന് പുതുക്കി പണിയാൻ, ഒന്നുകൂടി ഒന്ന് പുതുക്കി പണിയാൻ, ഒന്ന് പുതുക്കം പ്രാപിക്കാൻ, ഒന്ന് റെസ്റ്റോറേഷന് വേണ്ടി ഒന്ന് യഥാസ്ഥാനപ്പെടുത്താൻ ദൈവം പണിയുക, ദൈവം പണിയുക, ദൈവം പുതുക്കി പണിയുക, റെസ്റ്റോറേഷൻ ദൈവം തരിക, ഒരു യഥാസ്ഥാപനം തരിക. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശാസനകൾ മുഷിയരുത്. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന സകല പേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൻ ഇഷ്ടപുത്രനെ ശാസിക്കുന്നത് പോലെ, ശിക്ഷിക്കുന്നത് പോലെ ദൈവം വഴി നടത്തുന്ന ദൈവരമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യഹോവ കൂടിക്ക് ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന്റെ കരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ കർത്താവെ ദൈവജനത്തെ ബലപ്പെടുത്തുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിലേക്ക് അടുക്കുവാൻ, ഒരു റെസ്റ്റോറേഷൻ സംഭവിക്കുവാൻ സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് തരുന്നു, തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കട്ടെ.